Okay, welcome, Jana. Thank you. Okay, medical coding എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? ഇപ്പൊ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നമ്മള് അന്വേഷിച്ചു, ഞാൻ നെറ്റിൽ കുറെ സെർച്ച് ചെയ്തു. അപ്പൊ ഇതിനാകുമ്പോ നമുക്ക് കുറഞ്ഞ കാലയളവിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ നല്ല സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വർക്ക് ഫ്രം ഹോം കിട്ടുന്ന പറഞ്ഞു. പിന്നെ ഞാൻ മാരീഡ് ആണെങ്കിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ സോ അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. അപ്പോ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയുടെ പേര് അഗീമ കെയർ എന്ന് പറഞ്ഞ, ഞാൻ എയർ അനാലിസിസ്റ്റ് ആയിട്ട് ഇപ്പൊ കെയർ ചെയ്യണത്. പിന്നെ പതിയെ മെഡിക്കൽ കോഡിങ്ങിലേക്കും അവർ മാറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടുത്തെ വർക്ക് ജോബ് റോൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എയർ അനാലിസ്റ്റ് ആണ്. പിന്നെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് കൊടുക്കും. കോഡിങ് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു വീക്കല്ലായിട്ടുള്ളൂ. ഒരു 2 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ലിങ്ങും കോഡിങ്ങും ഒക്കെ പറഞ്ഞു തരുള്ളൂ. അപ്പൊ എത്ര ടൈം എടുത്തു ഈ ഒരു ഇന്റേൺഷിപ്പിലേക്ക് എത്താനായിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം? ഒരു 1 മന്ത് ടൈം എടുത്തിട്ടില്ല. അതിനുള്ളിൽ തന്നെ നമുക്ക് ഒരു 3 വീക്കിനുള്ളിൽ കിട്ടി എനിക്ക് ഇന്റേൺഷിപ്പ്. അറ്റൻഡ് ചെയ്തു, ജാപ്പ് അറ്റൻഡ് ചെയ്തു. ആ ജാപ്പ് ഒരാഴ്ചക്കുള്ളിൽ അറ്റൻഡ് ചെയ്തതിനുള്ളിൽ തന്നെ എനിക്ക് ജാപ്പ് സെലക്ട് ആയി. നമ്മുടെ പ്ലേസ്മെന്റിന് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരപ്പൊ തന്നെ ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇത്ര ദിവസത്തിനുള്ളിൽ എന്തായാലും കമ്പനി വിളിക്കുന്നൊക്കെ അവര് അപ്പൊ തന്നെ നമ്മളെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നായിരുന്നു. നമ്മൾ ചോദിക്കുമ്പോ അപ്പൊ തന്നെ അവർ ചെക്ക് ചെയ്ത് അവര് പറഞ്ഞു. അറിഞ്ഞതോ, ഞാൻ അതുപോലെ തന്നെ നമുക്ക് കോഡിങ് പഠിക്കാനായിട്ട് ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി. അപ്പൊ അതിലാണ് നമ്മള് ഫേസ്ബുക്കിലാണ് തോന്നുന്നുണ്ട് അവോധയുടെ ഒരു പരസ്യം കണ്ടു. ഫസ്റ്റ് പേയ്മെന്റ് ഇത്ര അടച്ചാൽ മതി, പിന്നെ ബാക്കി ജോലി കിട്ടിയിട്ട് അറിഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത്ര എമൗണ്ടല്ലേ നമുക്ക് പേ ചെയ്യേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാ. പക്ഷെ എനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ 2500 രൂപ ഒരു മെഡിക്കൽ കോഡിംഗ് പോലുള്ള ഒരു കോഴ്സ്, കാരണം മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒരു മെഡിക്കൽ കോഡിംഗ് നല്ലൊരു ഫീസില്ല. ഫുൾ പേയ്മെന്റ് അടയ്ക്കും വേണം. എത്ര 30 അത്രോളം പേയ്മെന്റ് നമ്മൾ അടയ്ക്കും വേണം. നമുക്ക് ഉറപ്പില്ല ജോലി കിട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത്ര എമൗണ്ട് അടച്ചിട്ട് ജോലി കിട്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവോധ ഇത്ര എമൗണ്ട് ഇതിനുള്ളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ജോലിയും കിട്ടുന്നുണ്ട്. അപ്പൊ സോ പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ആണല്ലോ മെഡിക്കൽ കോഡിംഗ്. അപ്പൊ ക്ലാസ് കാണുന്ന സമയത്ത് മീൻസ് ഡൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാം വരാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ലിയർ ചെയ്തിരുന്നത്? ഞാൻ പൊതുവെ എനിക്ക് ഡൗട്ട് ക്ലിയറൻസ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാനത് റിപ്പീറ്റ് ചെയ്ത വീഡിയോ കണ്ട് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചു പോയേ. പക്ഷെ ഡൗട്ട് ക്ലിയറൻസിന് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ നോക്കിണ്ടായിരുന്നു. പക്ഷെ ഡൗട്ടാണ് ചോദിച്ചിട്ടില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടു വീഡിയോസ്, അങ്ങനെ പോയിണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണും ചെയ്യാം. വീണ്ടും ക്ലാസ് നമുക്ക് കാണും ചെയ്യാം. അതെ. അപ്പോ ഈ ഒരു ഇന്റേൺഷിപ്പിലേക്ക് കയറി അല്ലെങ്കിൽ എന്താണ് ജോബിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞപ്പോ ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ റിയാക്ഷൻ എന്താണ് അവർ പറഞ്ഞത്? എല്ലാരും ഭയങ്കര ഇത്ര സമയത്തിനുള്ളിലേ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്ര സമയത്തിനുള്ളിൽ കിട്ടിയെന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര. അപ്പൊ കുറെ പേരോട് ചോദിച്ചു എവിടെയാ പഠിച്ചേ ഇത്ര പെട്ടെന്ന് കിട്ടാനായിട്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ കോഴ്സിലേക്ക്. അതെന്തോ കോഴ്സിലേക്ക് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ആള് ആ 2-3 നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇപ്പൊ ഓൾറെഡി അഞ്ജന പറഞ്ഞത്. അതായത് ഇപ്പോ അവോധയില് അഞ്ജന പഠിച്ചു, അഞ്ജനക്ക് ഇന്റേൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ജോബിലേക്ക് കയറാൻ പറ്റി. അപ്പോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആരെങ്കിലും അവോധയില് കോഴ്സ് പഠിച്ച എങ്ങനെയുണ്ട് അല്ലെങ്കിൽ പഠിച്ച ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജനക്ക് എന്താണോ പറയാം? എന്തായാലും ഞാൻ പറയും ജോയിൻ ചെയ്യാന്ന് പറയും. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടി. പിന്നെ ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് കണ്ടാൽ മതി. ഓൺലൈൻ ക്ലാസ് അല്ലേ എടുത്തത്. സോ നമുക്കത് ക്ലാസ്സിന്റെ ഇതാണെങ്കിൽ അത്. പിന്നെ ജാപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജാപ്പിൽ നമുക്ക് പഠിക്കാൻ പറ്റി. അത് കാരണം എനിക്ക് ഇവിടെ നിന്ന് കമ്പനി വക ഇന്റർവ്യൂ ഉണ്ടായപ്പോ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. നമുക്കൊരു ഇന്റർവ്യൂ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാന്നൊക്കെ ജാപ്പ് വഴി എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. റിലേറ്റീവ്സിനാണെങ്കിലും എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ജോയിൻ ചെയ്യും, നല്ലൊരു ഓപ്ഷനാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് ടൈം എങ്ങനെയാണ്? ഇപ്പൊ വർക്ക് അറ്റ് ഹോം ആയിട്ടല്ലേ ചെയ്യുന്നത്? അതെ അതെ, ഞാനിപ്പോ 9 to 6 ആണ്. അതിൽ 1 hour ബ്രേക്ക് ഉണ്ട്. ഞാൻ സാധാരണ ഉച്ചയ്ക്ക് ഒരു ഹാഫ് ആൻ അവറും വൈകിട്ട് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ എടുക്കാറ്. ഇന്നിപ്പോ എന്തായാലും 1 hour എടുക്കും ഞാൻ. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഫുഡ് അടിച്ച് കഴിയുമ്പോൾ 1 hour. അതെ. അപ്പൊ ആ ഒരു ബ്രേക്ക് ടൈമിലാണ് വന്നത് അല്ലെ? അതെ അതെ, ബ്രേക്ക് ടൈം 1 to 6 9 to 6 ആണ് ടൈം. അതില് സാറ്റർഡേ സൺഡേ നമുക്ക് ഓഫ് ആണ്. ഫ്രൈഡേ വരെ ഉള്ളൂ അല്ലെ? അതെ അതെ, നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കമ്പനിയുടെ ഭാഗത്ത് എങ്ങനെ? കമ്പനി ഇപ്പൊ ഞാൻ 1 week ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. നമുക്കിപ്പോ ഓരോ സെക്ഷൻ ആയിട്ട് പഠിപ്പിച്ച് വരുന്ന, എന്നെ പഠിപ്പിക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആൾക്ക് ഓൾറെഡി വർക്ക് ഉണ്ട്. ആള് അതും മാറ്റി വെച്ചിട്ട് എനിക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഓക്കെ അഞ്ജന, ഇത്രയും ടൈം ഇന്ത്യയിലാണ് എനിക്കറിയാം, ആ ടൈമിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ ജോയിൻ. ഓക്കെ ഓക്കെ സർ, ബൈ.